ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതായത് ഇന്ത്യയുടെ കവാടം എന്താണ്? ഇന്ത്യയുടെ കവാടം മുംബൈ ആണ്. അതുപോലെ തന്നെ ഏഷ്യയുടെ കവാടം ഫിലിപ്പൈൻസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ മുംബൈ എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം മുംബൈയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈയാണ്. ഇന്ത്യയുടെ ഹോളിവുഡ് ഏതാണ്? മുംബൈയാണ്. അതുപോലെ 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. അതുപോലെ ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാനം മനിലയാണ്. ഫിലിപ്പൈൻസിനെ കുറിച്ച് പറയണം, ചെറുതായിട്ട് വിവരണം ഞാൻ തരാം. അതായത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ കവാടം ഏതാണ്? കേരളത്തിൻ്റെ കവാടം പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചുരം. അതുപോലെ തന്നെ അതുപോലെ പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. അതുപോലെ തന്നെ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയെന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയാണ്. ഏതാണ്? ഭാരതപ്പുഴയാണ്. അതുപോലെ തന്നെ ഹൈറേഞ്ചിൻ്റെ കവാടം കോതമംഗലമാണ്. വയനാടിൻ്റെ കവാടമാണ് ലക്കിടി. അതുപോലെ തന്നെ ലക്കിടി എന്ന് പറഞ്ഞു. കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. അതെവിടെയാണ്? വയനാടാണ്. കേരളത്തിലെ ചിറാപ്പുഞ്ചി, ലക്കിടി, വയനാട്. അതുപോലെ ഹിമാലയത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നു. ഹിമാലയത്തിൻ്റെ കവാടം ഏതാണ്? ഹിമാലയത്തിൻ്റെ കവാടം ഋഷികേശാണ്. ഋഷികേശ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ്. ലോകത്തിൻ്റെ യോഗ തലസ്ഥാനമാണ് ഋഷികേശ്. അതുപോലെ തന്നെ മുംബൈയിലാണ് ഇഷ അംബാനിയുടെ വീടൊക്കെ എവിടെയാണ്? മുംബൈയിലാണ്. ഇഷ അംബാനിയുടെ വീട്ടുപേരാണ് ഗുലീറ്റ. വീട് സ്ഥിതി ചെയ്യുന്നത് സൗത്ത് മുംബൈയിലാണ്.